വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ 2025 ഒക്ടോബർ 25 നടക്കാനിരിക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് 2024 PSC 4 ഘട്ടങ്ങളിലായിട്ട് നടത്തിയ 10th പ്രിലിംസ് പരീക്ഷകളിൽ കേരളം, ഇന്ത്യ, ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സുമാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, കിംബുൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ ആണ് ഉത്തരം, മണിപ്പൂരാണ്. കിംബുൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. ലോകത്തിലെ ഒഴുകുന്ന ഒരേയൊരു ദേശീയോദ്യാനമാണ് കിംബുൾ ലഞ്ചാവോ. ലോകത്തിലെ ഒഴുകുന്ന ഒരേയൊരു ദേശീയോദ്യാനം കിംബുൾ ലഞ്ചാവോ ആണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് കിംബുൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്തക്കാണ്. ഈ ലോക്തക്കിലാണ് കിംബുൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഏത് സംസ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരാണ്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംടി. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംടി. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുംടികൾ ചേർന്നതാണ് കിംബുൾ ലഞ്ചാവോ ദേശീയോദ്യാനം. തണ്ണീർത്തട സംരക്ഷണത്തിനായിട്ടുള്ള റാംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണ് കിംബുൾ ലഞ്ചാവോ. തണ്ണീർത്തട സംരക്ഷണത്തിനായിട്ടുള്ള റാംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണ് കിംബുൾ ലഞ്ചാവോ ദേശീയോദ്യാനം. ഇന്ത്യയിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ നോക്കാം. ഡച്ചിഗാം ജമ്മു കാശ്മീരാണ്. ഹെമിസ് ലഡാക്കിലാണ്. പൂക്കളുടെ താഴ്വര അഥവാ വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡാണ്. ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ്. രാജാജി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്. കാഞ്ചൻജംഗ സിക്കിമിലാണ്. ദിബ്രു സൈക്കോവ അസമിലാണ്. കാസിരംഗ അസമിലാണ്. മാനസ് അസമിലാണ്. കിംബുൾ ലഞ്ചാവോ മണിപ്പൂരാണ്. ഇരവികുളം നാഷണൽ പാർക്ക് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി കേരളത്തിലാണ്. സുന്ദർബൻ പശ്ചിമ ബംഗാളാണ്. നംദഫ അരുണാചൽ പ്രദേശാണ്. ഗിർ ദേശീയോദ്യാനം ഗുജറാത്തിലാണ്. ബന്ദിപ്പൂർ കർണാടക. അടുത്ത ചോദ്യം, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഖാരിഫാണ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഖാരിഫ്. ഇന്ത്യയിലെ പ്രധാന കാർഷിക കാലങ്ങളാണ് ഖാരിഫ്, റാബി, സൈദ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഖാരിഫ്. ഉഷ്ണമേഖല വിളകളായിട്ടുള്ള നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര മുതലായവയാണ് ഖാരിഫിലെ പ്രധാന വിളകൾ. റാബി ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. മിതോഷ്ണ ഉപോഷ്ണ വിളകളായിട്ടുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി മുതലായവയാണ് റാബി വിളകൾ. സൈദ് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ മുതലായവയാണ് സൈദ് വിളകൾ. അടുത്ത ചോദ്യം, അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ആരവല്ലിയാണ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ആരവല്ലി. സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നതതടം. സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശം ഏതാണ്? മധ്യ ഉന്നതതടം. മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറേ അരിക് ആരവല്ലി പർവ്വതനിരയാണ്. സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശത്തെ മധ്യ ഉന്നതതടം അഥവാ മാൾവ പീഠഭൂമി എന്നാണ് വിളിക്കുന്നത്. ഈ മാൾവ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അരികാണ് ആരവല്ലി പർവ്വതം. ദീർഘകാലമായിട്ടുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്കുപർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി നിര. ദീർഘകാലമായിട്ടുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്കുപർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി നിര. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു ആരവല്ലി നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള മൗണ്ട് അബു ഏത് നിരയിലാണ്? ആരവല്ലി നിരയിൽ. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് അബു ആണ്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് അബു. അടുത്ത ചോദ്യം, ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്ന് ഘാതനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിൽ. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്ന് ഘാതനഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിൽ. ചെമ്മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽരൂപ കായാന്തര ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണ് ഉണ്ടാകുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽരൂപ കായാന്തര ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണ് ഉണ്ടാകുന്നത്. പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും ചിലയിടത്ത് ഇത് തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിന് പ്രധാന കാരണം. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് പ്രധാന കാരണം എന്താണ്? ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിന്റെ സാന്നിധ്യം. അടുത്ത ചോദ്യം, ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ അഥവാ ചെമ്പ് നിക്ഷേപം കൂടുതലായിട്ട് കണ്ടുവരുന്ന സംസ്ഥാനം തന്നിരിക്കുന്ന ഓപ്ഷനിൽ മധ്യപ്രദേശാണ്. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം അഥവാ ചെമ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. സ്വർണത്തിന്റെ പ്രധാന ഉൽപാദന സംസ്ഥാനം കർണാടകമാണ്. ആഭരണ നിർമ്മാണത്തിനാണ് സ്വർണം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. വെള്ളിയുടെ പ്രധാന ഉൽപാദന സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകമാണ്. ആഭരണ നിർമ്മാണത്തിനും ഇലക്ട്രോ പ്ലേറ്റിങ്ങിനും ഫോട്ടോഗ്രാഫിക്കും വേണ്ടിയിട്ടാണ് വെള്ളി ഉപയോഗിക്കുന്നത്.
ചെമ്പിന്റെ പ്രധാന ഉൽപാദന സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശാണ്. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായിട്ടാണ് ചെമ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ബോക്സൈറ്റിന്റെ പ്രധാന ഉൽപാദന സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷയാണ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. അഭ്രത്തിന്റെ പ്രധാന ഉൽപാദന സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാറാണ്. വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്നതാണ് അഭ്രം. വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് അഭ്രമാണ്. അടുത്ത ചോദ്യം, മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ എന്നാണ്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം അലഹബാദ്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം അഹമ്മദാബാദ്. അടുത്ത ചോദ്യം, കൽക്കരിയുടെ ഉന്നതമായ വകഭേദം. ഓപ്ഷൻ ഡി ആന്ത്രാസൈറ്റ് ആണ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ആന്ത്രാസൈറ്റ്. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽ പെടുന്ന ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കൽക്കരി വിഭാഗം ഏതാണ്? ഇടത്തരം വിഭാഗത്തിൽപ്പെടുന്ന ബിറ്റുമിനസ്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. കൽക്കരിയുടെ പ്രധാന ഉൽപാദന സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവ. ജാർഖണ്ഡിലെ ഛാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാർഖണ്ഡിലെ ഛാറിയാണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റ് കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ. അടുത്ത ചോദ്യം, ചിപ്കോ പ്രസ്ഥാനം എന്തുമായിട്ട് ചേർത്ത് വായിക്കാം? ഓപ്ഷൻ ഡി ആണ്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. വൃക്ഷങ്ങളുടെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനമാണ്. 1973 നിലവിൽ വന്നത്. ആരംഭിച്ച സ്ഥലം, ചിപ്കോ മൂവ്മെന്റ് ആരംഭിച്ച സ്ഥലം ഉത്തരാഖണ്ഡിലെ ചമോലിയാണ്. ചിപ്കോ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. ചിപ്കോ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മരത്തെ ആലിംഗനം ചെയ്യുക എന്നതാണ് ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത ചോദ്യം, കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ ആണ് ഉത്തരം. 41. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. ഇതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41ഉം കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3ഉമാണ്. കബനി, ഭവാനി, പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ഏറ്റവും നീളം കൂടിയ നദി ഏതാ? കേരളത്തിലെ പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യാറാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല അത് കാസർഗോഡാണ്. ദക്ഷിണ ഭാഗീരഥി എന്ന് വിളിക്കുന്നത് പമ്പയാണ്. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി കുന്തിപ്പുഴ. അടുത്ത ചോദ്യം, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളും ജില്ലകളും അത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയും നോക്കാം. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിൽ പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ ഇടുക്കി ജില്ലയിൽ മുതിരപ്പുഴയിലാണ്. ശബരിഗിരി പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിയിലാണ്. ചെങ്കുളം ഇടുക്കി ജില്ലയിൽ മുതിരപ്പുഴയിലാണ്. നേര്യമംഗലം എറണാകുളം ജില്ലയിലെ പെരിയാർ നദിയിലാണ്. പെരിങ്ങൽകുത്ത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിപ്പുഴയിലാണ്. കുറ്റ്യാടി കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിപ്പുഴയിലാണ്. ഇടമലയാർ എറണാകുളം ജില്ലയിലെ ഇടമലയാറിലാണ്. ഷോളയാർ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിപ്പുഴയിലാണ്. കക്കാട് പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദിയുടെ പോഷക നദിയായിട്ടുള്ള കക്കടാറിലാണ്. മണിയാർ പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദിയുടെ പോഷക നദിയായിട്ടുള്ള മണിയാറിലാണ്. കല്ലട കൊല്ലം ജില്ലയിൽ കല്ലടയാറിലാണ്. മീൻവല്ലം പാലക്കാട് ജില്ലയിലെ ഭാരതപ്പുഴയുടെ പോഷക നദിയായിട്ടുള്ള തുപ്പനാട് പുഴയിലാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. ചെറുതോണി, കുളമാവ്, ഇടുക്കി എന്നീ 3 ഡാമുകൾ ഉൾപ്പെടുന്നതാണ് ഇടുക്കിയിലെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ്. കേരളത്തിലെ രണ്ടാമത്തെ
വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളമാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. ചെറുകിട ജലവൈദ്യുത പദ്ധതി മീൻവല്ലം. ചെറുകിട ജലവൈദ്യുത പദ്ധതി ഏതാണ്? മീൻവല്ലം. അടുത്ത ചോദ്യം, റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. ഓപ്ഷൻ എ ആണ് ഉത്തരം. പറമ്പിക്കുളമാണ്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാർ തന്നെയാണ്. തേക്ക് മരങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ്. തേക്ക് മരങ്ങൾക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതം പറമ്പിക്കുളം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം വയനാടാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാറാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാറാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളമാണ്. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ശെന്തുരുണി. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ശെന്തുരുണിയാണ്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ എന്നിവയ്ക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ചിന്നാറാണ്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ എന്നിവയ്ക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ചിന്നാർ. കേരളത്തിലെ ഏറ്റവും പുതിയ 18ാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും പുതിയ 18ാമത്തെ വന്യജീവി സങ്കേതം കരിമ്പുഴ. കേരളത്തിൽ മൊത്തം 18 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. ആ വന്യജീവി സങ്കേതങ്ങളും അതിസ്ഥിതി ചെയ്യുന്ന ജില്ലകളും നോക്കാം. പെരിയാർ ഇടുക്കിയിലാണ്. നെയ്യാർ തിരുവനന്തപുരം. പീച്ചി വാഴാനി തൃശ്ശൂരാണ്. പറമ്പിക്കുളം പാലക്കാട്. വയനാട് ജില്ലയിൽ തന്നെ. ഇടുക്കി ഇടുക്കിയിലാണ്. പേപ്പാറ തിരുവനന്തപുരം. തട്ടേക്കാട് എറണാകുളം. ശെന്തുരുണി കൊല്ലം. ചിന്നാർ ഇടുക്കി. ചിമ്മിണി തൃശ്ശൂർ. ആറളം കണ്ണൂർ. മംഗളവനം എറണാകുളം ജില്ല. കുറിഞ്ഞിമല ഇടുക്കി. ചൂളന്നൂർ പാലക്കാട്. മലബാർ കോഴിക്കോട്. കൊട്ടിയൂർ കണ്ണൂർ. കരിമ്പുഴ മലപ്പുറം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ബഖ്രാനങ്കൽ സത്ലജ് ശരിയാണ്. ഹിരാക്കുഡ് മഹാനദി ശരിയാണ്. തെഹ്രി ഡാം കൃഷ്ണ തെറ്റാണ്. ഭാഗീരഥി നദിയാണ്. സർദാർ സരോവർ നർമ്മദ ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹിരാക്കുഡ് മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒഡീഷ സംസ്ഥാനത്തിലാണ്. തുംഗഭദ്ര നദി കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. തുംഗഭദ്ര കർണാടക സംസ്ഥാനത്തിലാണ്. സർദാർ സരോവർ നർമ്മദ നദിയിലാണ്. ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണരാജസാഗർ കാവേരി നദി കർണാടകത്തിലാണ്. നിസാം സാഗർ ഗോദാവരി നദിയിൽ ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ഡാമുകളും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും നദികളും. തെഹ്രി ഡാം ഉത്തരാഖണ്ഡില് ഭാഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബഖ്രാനങ്കൽ ഹിമാചൽ പ്രദേശ് പഞ്ചാബിലായിട്ട് സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിരാക്കുഡ് ഒഡീഷയിൽ മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ ഗുജറാത്തിൽ നർമ്മദയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഗാർജുന സാഗർ തെലങ്കാന കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മേട്ടൂർ ഡാം തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണരാജസാഗർ കർണാടകയിലെ കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാസാഗർ മധ്യപ്രദേശിലെ നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധി സാഗർ മധ്യപ്രദേശിലെ ചാമ്പൽ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി കേരളത്തിൽ പെരിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ കേരളത്തിൽ പെരിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോവിന്ദ് വല്ലഭ് സാഗർ ഡാം ഉത്തർപ്രദേശിലെ റിഹന്ദ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കല്ലണൈ തമിഴ്നാട്ടിൽ കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തുംഗഭദ്ര കർണാടകയിലെ തുംഗഭദ്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊയ്ന മഹാരാഷ്ട്രയിലെ കൊയ്ന നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. ഓപ്ഷൻ ഡി നമച്ചപർവയാണ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നമച്ചപർവ. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് കാണപ്പെടുന്നത്. അസം ഹിമാലയം എന്നും കിഴക്കൻ ഹിമാലയം അറിയപ്പെടുന്നുണ്ട്. ഈ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടിയാണ് നമച്ചപർവ. 7756 മീറ്ററാണ് നമച്ചപർവയുടെ ഉയരം. ബ്രഹ്മപുത്ര, കമെങ്, ലോഹിത്, സുബൻസിരിയാണ് കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികൾ. ബ്രഹ്മപുത്ര, കമെങ്, ലോഹിത്, സുബൻസിരിയാണ് കിഴക്കൻ ഹിമാലയത്തിലെ അല്ലെങ്കിൽ അസം ഹിമാലയത്തിലെ പ്രധാന നദികൾ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോഡുല ചുരവും അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു ചുരവും കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന 2 ചുരങ്ങളാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോഡുല ചുരവും അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു ചുരവും അസം ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളാണ്. അടുത്ത ചോദ്യം, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം കരീവയാണ്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം കരീവ. കാശ്മീർ താഴ്വരകളിൽ എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്.
അടുത്ത ചോദ്യം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം റാറ്റ് ഹോൾ മൈനിങ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? റാറ്റ് ഹോൾ മൈനിങ് ആണ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ടൈറ്റാനിയം ഓക്സൈഡ് ആണ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞുപുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഓക്സ്ബോ തടാകങ്ങളാണ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞുപുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. നദി താരതമ്യേന ചെരിവ് കുറഞ്ഞതോ നേരിയ ചെരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അതിന്റെ ഫലമായി നദി വളഞ്ഞുപുളഞ്ഞൊഴുകി വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ സൃഷ്ടിക്കപ്പെടുന്നു. തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയുന്നു. പിന്നീട് ഒഴുകുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകുന്ന ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങളായിട്ട് മാറുകയും ചെയ്യും. ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. അടുത്ത ചോദ്യം, നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി ഉത്തർപ്രദേശാണ്. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ മറ്റ് പ്രധാന ആണവോർജ്ജ നിലയങ്ങളാണ് താരാപൂർ മഹാരാഷ്ട്ര, റാവത്ഭട്ട് രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടകം, കാക്രോപാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങളാണ് താരാപൂർ മഹാരാഷ്ട്ര, റാവത്ഭട്ട രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടകം, കാക്രോപാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. ഉഷ്ണമേഖല വിളയായിട്ടുള്ള കരിമ്പ് കൃഷിക്ക് ആവശ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങളാണ് കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ഉള്ളത്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ഉത്തർപ്രദേശാണ് കരിമ്പിന്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ളത്. ഇന്ത്യയിൽ ഉത്തർപ്രദേശാണ് കരിമ്പിന്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനവും ഉത്തർപ്രദേശ് 1ാം സ്ഥാനത്തുമാണ്. പഞ്ചസാരയും ശർക്കരയും കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായിട്ട് കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ഒഡീഷയാണ്. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായിട്ട് കണ്ടുവരുന്ന സംസ്ഥാനം ഒഡീഷ. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ്. ഇരുമ്പയിര് നിക്ഷേപങ്ങൾക്ക് സമീപമായി പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നു. ഒഡീഷയാണ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ. മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഒഡീഷയാണ് ഏറ്റവും മുന്നിൽ. കൂടാതെ കർണാടകം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് മറ്റ് പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ഒഡീഷയെ കൂടാതെ കർണാടകവും മഹാരാഷ്ട്രയും മധ്യപ്രദേശവും മാംഗനീസിന്റെ ഉൽപ്പാദക സംസ്ഥാനത്തിലുണ്ട്. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കര ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. മാംഗനീസിന്റെ പ്രധാന ഉപയോഗം എന്താണ്? ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കര ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന്. അടുത്ത ചോദ്യം, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനം. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ എറണാകുളം, കോട്ടയം, ആലപ്പുഴ. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ എറണാകുളം, കോട്ടയം, ആലപ്പുഴ. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായൽ കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. ഇതെവിടെയാണ്? കൊല്ലം ജില്ലയിൽ. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് പുന്നമട കായൽ എന്നാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമട കായലാണ്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട്ട് കായലാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട്ട് കായലാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട്ട് കായലാണ്. 2002 പ്രഖ്യാപിച്ച കേരളത്തിലെ റാംസാർ കേന്ദ്രങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള കായലുകളാണ് ഒന്ന് അഷ്ടമുടി കായലും വേമ്പനാട്ട് കായലും ശാസ്താംകോട്ട കായലും. 2002 പ്രഖ്യാപിച്ച കേരളത്തിലെ റാംസാർ കേന്ദ്രങ്ങളിൽ പെട്ടിട്ടുള്ള കായലുകളാണ് അഷ്ടമുടി കായൽ, വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ. അടുത്ത ചോദ്യം, കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം ബുദ്ധമയൂരിയാണ്. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. സംസ്ഥാന പുഷ്പം കണിക്കൊന്നയാണ്. സംസ്ഥാന വൃക്ഷം തെങ്ങാണ്. സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. സംസ്ഥാന മൃഗം ആനയാണ്. സംസ്ഥാന മത്സ്യം കരിമീനാണ്. സംസ്ഥാന പാനീയം കരിക്കിൻ വെള്ളം. സംസ്ഥാന ഉത്സവം ഓണമാണ്. സംസ്ഥാന ഫലം ചക്ക. സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനിയാണ്. കബനി, ഭവാനി, പാമ്പാറാണ് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. അടുത്ത ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? വരയാടാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാട്. ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1978 സ്ഥാപിതമായത്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ്.
ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. സ്ഥിതി ചെയ്യുന്നത് ഇരവികുളത്താണ്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1984 സ്ഥാപിതമായത്. കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷണ കേന്ദ്രമാണ്. കുന്തിപ്പുഴ ഒഴുകുന്നത് സൈലന്റ് വാലിയിലൂടെയാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ്. പാമ്പാടിച്ചോല നാഷണൽ പാർക്ക് ഇടുക്കി ജില്ലയിലാണ്. 2003 സ്ഥാപിതമായത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടിച്ചോല. മതികെട്ടൻചോല 2003 ഇടുക്കിയിലാണ് നിലവിൽ വന്നത്. ചോലവനങ്ങൾ സംരക്ഷിക്കാനായിട്ട് രൂപീകരിച്ചതാണ് മതികെട്ടൻചോല. ആനമുടി ചോല ഇടുക്കിയിലാണ്. 2003 നിലവിൽ വന്നത്. ചോലവനങ്ങളും പുൽമേടുകൾ എന്നിവയുടെ സംരക്ഷണത്തിന് വേണ്ടി നിലവിൽ വന്നതാണ് ആനമുടി ചോല. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? നാഫ്തയാണ്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ്. അന്താരാഷ്ട്ര തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. കേരളത്തിലെ അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞം. ഏറ്റവും വലിയ തുറമുഖം നീണ്ടകര. കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളും ജില്ലകളും അത് സ്ഥിതി ചെയ്യുന്ന താലൂക്കുകളും നോക്കാം. നീണ്ടകര കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലാണ്. വിഴിഞ്ഞം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്ക്. മുതലപ്പൊഴി തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലാണ്. മുനമ്പം എറണാകുളം ജില്ലയിലെ പറവൂർ താലൂക്കിലാണ്. വൈപ്പിൻ എറണാകുളം ജില്ലയിലെ കൊച്ചിൻ താലൂക്കിലാണ്. പുതിയപ്പ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് താലൂക്കിലാണ്. അഴീക്കൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലാണ്. മാപ്പിള ബേ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ താലൂക്കിൽ. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര. വിഴിഞ്ഞം ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന് 2 പ്രധാന തുറമുഖങ്ങളാകും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമായിട്ടാണ് വികസിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണെന്നുള്ളതും നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതയാണ് 1. അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു. സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണ് എന്നുള്ളത്. അടുത്ത ചോദ്യം, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർന്നിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർന്നിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായിട്ടും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. പൊതുവെ ഫലപുഷ്ടി കുറഞ്ഞ ഈ മണ്ണിനം കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായിട്ട് വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നു. അടുത്ത ചോദ്യം, ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം. 7:30 വൈകിട്ട് 7:30 ഉത്തരം. ഗ്രീനിച്ച്, ഇന്ത്യ എന്നീ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി അഥവാ 82 ഡിഗ്രി 30 മിനിറ്റ് ആണ്. 15 ഡിഗ്രി രേഖാംശത്തിന്റെ സമയവ്യത്യാസം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. 15 ഡിഗ്രി രേഖാംശത്തിന്റെ സമയവ്യത്യാസം 1 മണിക്കൂറാണ്. അങ്ങനെയെങ്കിൽ 82.5 ഡിഗ്രി രേഖാംശത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 5 മണിക്കൂർ 30 മിനിറ്റ് ആണ്. ഗ്രീനിച്ചിന്റെ കിഴക്കായിട്ട് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5.5 മണിക്കൂർ കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം. അങ്ങനെയായിരിക്കുമ്പോൾ ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം 7:30 PM ആയിരിക്കും. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും 150 സെന്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ താപനില 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും 150 സെന്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. മറ്റു കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണ് റബ്ബർ കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് സോയിലാണ്. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണിത്. തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ചെറിയ തോതിൽ റബ്ബർ കൃഷി ചെയ്തു വരുന്നു. ബ്രസീലാണ് റബ്ബറിന്റെ ജന്മദേശം. റബ്ബറിന്റെ ജന്മദേശം ഏതാണ്? ബ്രസീലാണ്. 1875 ബ്രിട്ടീഷുകാരനായിട്ടുള്ള സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത്. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരനായിട്ടുള്ള സർ വില്യം ഹെൻറിയാണ്.
മധ്യ തിരുവിതാംകൂറിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച റബ്ബർ കൃഷി മലബാറിലേക്കുണ്ടായ കുടിയേറ്റത്തിലൂടെ വടക്കൻ ജില്ലകളിലേക്കും വ്യാപിച്ചു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഓപ്ഷൻ ബി ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല അത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ കുൾട്ടി, ബൺപൂർ, ഹിരാപൂർ എന്നീ സ്ഥലങ്ങളിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് ആണ്. സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായാണ്. സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ്. ഒഡീഷയിലെ സുന്ദർഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂരാണ്. സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിൽ. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ ആണ്. സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ബൊക്കാറോയിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായിട്ടുള്ള ഭൂവിഭാഗമാണ്. നിമ്നോന്നതികൾ നിറഞ്ഞ ഈ ഭൂവിഭാഗത്തിന്റെ വിസ്തൃതി ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. ഈ മേഖലയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഇത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിവിധതരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട് ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കാം. വിവിധതരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ ഉള്ളതിനാൽ ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാട്ടിൽ തേക്ക്, സാല്, ചന്ദനം, മുള എന്നിവ കാണപ്പെടുന്നു. ധാരാളം മഴ ലഭിക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവുകളിലാണെങ്കിൽ ഉഷ്ണമേഖല മഴക്കാടുകളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട നൈസർഗിക സസ്യജാലങ്ങൾ ഒന്ന് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളും, രണ്ട് ഉഷ്ണമേഖല മഴക്കാടുകളുമാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗം എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗം ഡെക്കാൻ പീഠഭൂമിയാണ്. ഈ ഡെക്കാൻ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളും അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിപ്പരന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ്. പ്രധാനമായും ബസാൾട്ട് എന്ന ആഗ്നേയശിലകളാൽ നിർമ്മിതമായ ഈ പീഠഭൂമിയിൽ വ്യാപകമായിട്ട് കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ഡെക്കാൻ പീഠഭൂമി നിർമ്മിതമായിട്ടുള്ളത് ബസാൾട്ട് എന്ന ആഗ്നേയശിലകളാൽ നിർമ്മിതമാണ്. ഈ പീഠഭൂമിയിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായതിനാൽ കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നു. ഡെക്കാൻ പീഠഭൂമിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഈ കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായതുകൊണ്ട് ഇതിനെ കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നു. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ ചെമ്മണ്ണും ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. താരതമ്യേന ഫലപുഷ്ടി കുറവായ ഈ മണ്ണിലെ ഇരുമ്പിന്റെ അംശം ഇതിന് ചുവപ്പ് നിറം നൽകുന്നു. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ ചെമ്മണ്ണും ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. താരതമ്യേന ഫലപുഷ്ടി കുറവായ ഈ മണ്ണിലെ ഇരുമ്പിന്റെ അംശമാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകാനായിട്ട് കാരണമാകുന്നത്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. മൺസൂൺ മഴയും ഇടവിട്ടിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ദേശീയ ജലപാത 3. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ദേശീയ ജലപാത 3. ദേശീയ ജലപാത 1 എന്ന് പറയുന്നത് ഗംഗാ നദിയിലാണ്. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് ദേശീയ ജലപാത 1. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെയാണ്. 891 കിലോമീറ്റർ ആണ് ദേശീയ ജലപാത 2ന്റെ നീളം. ദേശീയ ജലപാത 1 1620 കിലോമീറ്റർ ആണ്.
ദേശീയ ജലപാത 3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാലാണ്. 205 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ദേശീയ ജലപാത 4 ഗോദാവരി, കൃഷ്ണ നദികളുമായിട്ട് ചേർന്ന് കിടക്കുന്ന കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ്. 1905 കിലോമീറ്റർ ആണ് ദേശീയ ജലപാത 4ന്റെ നീളം. ദേശീയ ജലപാത 5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിക്കുന്ന ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥയാണ്. 623 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധ്യാനപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉത്തരമഹാസമുദ്രമാണ്. ഇന്ത്യയുടെ ധ്യാനപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തരമഹാസമുദ്രം. ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർ വർഗ്ഗങ്ങൾ എന്നിവ ഉത്തരമഹാസമുദ്രങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളകൾ നിരവധിയാണ്. ഈ പ്രദേശം ഇന്ത്യയുടെ ധാന്യപുര എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഒന്ന് ഉത്തരമഹാസമുദ്രമാണ്. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശം ഉത്തരമഹാസമുദ്രമാണ്. ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായി തുടർന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി അതിവിശാലമായ സമതലം രൂപം കൊണ്ടു. ഏതാണ്ട് 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും കിലോമീറ്ററുകളോളം കനത്തിലും അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടുണ്ടായ ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും ഇത് പൊതുവെ അറിയപ്പെടുന്നു. ഉത്തരമഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. വളരെയധികം ഫലപുഷ്ടിയുള്ള എക്കൽ മണ്ണ് ഈ സമതലത്തിന്റെ സവിശേഷതയാണ്. ഉത്തരമഹാസമുദ്രത്തിലെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. അടുത്ത ചോദ്യം, ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇതിൽ ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. നമുക്ക് നോക്കാം. എന്താണ് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിംഗ്? ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്ന് സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്ന്, അതായത് ദൂരത്ത് നിന്ന് സ്പർശനം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. പ്രധാനമായിട്ട് 3 വിദൂര സംവേദന രീതികളാണുള്ളത്. 1 ഭൂതല വിദൂര സംവേദനം, 2 ആകാശീയ വിദൂര സംവേദനം, 3 ഉപഗ്രഹ വിദൂര സംവേദനം. ഭൂതലത്തിൽ നിന്ന് ഭൗമോപരിതല സവിശേഷതകൾ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല വിദൂര സംവേദനം. ഭൂതലത്തിൽ നിന്ന് ഭൗമോപരിതല സവിശേഷതകൾ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഭൂതല വിദൂര സംവേദനം. വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഇന്ദിര പോയിന്റ് ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഇന്ദിര പോയിന്റ് ആണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്. ഇവ അഗ്നിപർവ്വതജന്യ ദ്വീപുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ദ്വീപ സമൂഹത്തെ ആൻഡമാൻ ദ്വീപുകൾ, നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽഭാഗം 10 ഡിഗ്രി ചാനൽ എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തെ ആൻഡമാൻ ദ്വീപുകളെന്നും നിക്കോബാർ ദ്വീപുകളെന്നും വേർതിരിക്കുന്ന കടൽഭാഗം ഏതാണ്? 10 ഡിഗ്രി ചാനലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൺ ദ്വീപ് നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ബാരൺ ദ്വീപാണ്. ഈ ബാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ്. ഏകദേശം 572 ചെറുതും വലുതുമായ ദ്വീപുകൾ ഉള്ളതിൽ 38 ദ്വീപുകളാണ് ജനവാസമുള്ളത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ഏകദേശം 572 ദ്വീപുകളുണ്ട്. ഇതിൽ 38 ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത്. മിക്ക ദ്വീപുകളിലും തദ്ദേശീയ ഗോത്രജന വിഭാഗങ്ങളാണ് അധിവസിക്കുന്നത്. പോർട്ട് ബ്ലെയർ ആണ് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായിട്ടുള്ള ഇന്ദിര പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായിട്ടുള്ള ഇന്ദിര പോയിന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. ഓപ്ഷൻസ് തെറ്റാണ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: 1 അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, കാറ്റ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് 1 അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, പിന്നെ കാറ്റും. അടുത്ത ചോദ്യം, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താരതമ്യേന വീതി കുറവാണ്, ശരിയാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു, തെറ്റാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു, ശരിയാണ്. വീതി താരതമ്യേന കൂടുതലാണ്, തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ശരി.
പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. അറബിക്കടലിനും പശ്ചിമ തീരഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ തീരസമതലമാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം. സുന്ദർവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരസമതലം. താരതമ്യേന വീതി കുറവ് പടിഞ്ഞാറൻ തീരസമതലവും വീതി കൂടുതൽ കിഴക്കൻ തീരസമതലവുമാണ്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ മൂന്നെണ്ണമായിട്ടാണ് പടിഞ്ഞാറൻ തീരസമതലം തിരിച്ചിട്ടുള്ളത്. കൊറോമാൻഡൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ രണ്ടായിട്ടാണ് കിഴക്കൻ തീരസമതലം തിരിച്ചിട്ടുള്ളത്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ മൂന്നായിട്ട് പടിഞ്ഞാറൻ തീരസമതലം തിരിച്ചിരിക്കുന്നു. കൊറോമാൻഡൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ രണ്ടായിട്ട് കിഴക്കൻ തീരസമതലവും തിരിച്ചിട്ടുണ്ട്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലും. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓപ്ഷൻ സി കാഞ്ചൻജംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. ഇതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നിലവിലെ ഇന്ത്യൻ ഭരണത്തിലുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയും നേപ്പാളും അതിർത്തി പങ്കിടുന്ന ഹിമാലയൻ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചൻജംഗയാണ്. ഉയരം 8586 മീറ്റർ ആണ്. സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. സിക്കിം നേപ്പാൾ അതിർത്തിയിലാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. പക്ഷേ ഇന്ത്യയുടെ അവകാശവാദ പ്രകാരം ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ പാക് അധീന കാശ്മീരിലുള്ള മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. മൗണ്ട് കേറ്റുവിന്റെ ഉയരം 8611 മീറ്റർ ആണ്. സ്ഥിതി ചെയ്യുന്നത് പാക് അധീന കാശ്മീരിലുള്ള കാരക്കോറം നിലകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു. പൂർണ്ണമായും ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നന്ദാദേവിയാണ്. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. 7816 മീറ്ററാണ് നന്ദാദേവിയുടെ ഉയരം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് ആനമുടിയാണ്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? പെരിയാറാണ്. ഇരവികുളം നാഷണൽ പാർക്കാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3 കേരളത്തിലെ ഏറ്റവും വലിയ ജലസേവന പദ്ധതി എന്നുള്ള ചോദ്യം തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണെങ്കിൽ അത് കല്ലടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. പാലക്കാടാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. ചീവീടുകൾ അപൂർവമായതിനാലാണ് ഈ പ്രദേശത്തിന് സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന് പേര് വരാൻ കാരണം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? സൈലന്റ് വാലിയിലാണ് കാണപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് സൈലന്റ് വാലി. സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ഇവയാണ് സിന്ധു നദിയുടെ പ്രധാന പോഷക നദികൾ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇത് ഹിമാലയൻ നദികളാണ്. സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഏകദേശം 2880 കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ നീളം. പക്ഷേ ഇന്ത്യയിലൂടെ 709 കിലോമീറ്റർ മാത്രമാണ് ഒഴുകുന്നത്. പ്രധാന പോഷക നദികൾ ഝലം, രവി, ബിയാസ്, സത്ലജ്, ചിനാബ് ആണ്. സിന്ധു നദി ഒഴുകുന്ന സംസ്ഥാനം ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന, ഛത്തീസ്ഗഡ്. സിന്ധു നദിയുടെ പതനസ്ഥലം അറബിക്കടലാണ്. ഗംഗാ നദിയുടെ ഉത്ഭവം ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയാണ്. ഏകദേശം 2500 കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ നീളം. യമുന, സരസ്വതി, സോൺ, ദാമോദർ, കോസിയാണ് ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികൾ. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗാ നദി ഒഴുകുന്നത്. ബംഗാൾ ഉൾക്കടലാണ് ഗംഗയുടെ പതനസ്ഥാനം. ബ്രഹ്മപുത്ര ടിബറ്റിലെ ചെമയുങ് തുങ് ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഏകദേശം 2900 കിലോമീറ്റർ ആണ് ബ്രഹ്മപുത്രയുടെ നീളം. ഇന്ത്യയിലൂടെ 725 കിലോമീറ്റർ ആണ് ഒഴുകുന്നത്. തീസ്ത, മാനസ്, ലോഹിത്, സിയാദ്, സുബാൻസിരിയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ. ആസാം, അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, വെസ്റ്റ് ബംഗാൾ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. ബംഗാൾ ഉൾക്കടലാണ് ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം. ശരിക്കും റാബി കാലഘട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ ടു മാർച്ച് ആണ്. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല. ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം. ഓപ്ഷൻ ഡി മുംബൈ ആണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം മുംബൈ.
മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തിക്ക് ആവശ്യമാണ്. പരുത്തിക്ക് ആവശ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത് മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് പരുത്തി കൃഷിക്ക് ഏറെ അനുയോജ്യം. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് കറുത്ത മണ്ണാണ്. കൂടാതെ എക്കൽ മണ്ണും അനുയോജ്യമാണ്. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നു. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? പരുത്തിയാണ്. പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 4-ാം സ്ഥാനമാണ് ഉള്ളത്. പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 4. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തിത്തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തിത്തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിത്തുണി മിൽ സ്ഥാപിതമായത് 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിത്തുണി മിൽ സ്ഥാപിതമായത് 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. എന്നാൽ വൻതോതിൽ ഉൽപാദനം ആരംഭിക്കുന്നത് 1854 മുംബൈയിലാണ്. എന്നാൽ പരുത്തി വൻതോതിൽ ഉൽപാദനം ആരംഭിക്കുന്നത് 1854 മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം മുംബൈയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം എവിടെയാണ്? മുംബൈയിലാണ്. അതുകൊണ്ട് തന്നെയാണ് മുംബൈ നഗരത്തെ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായിട്ടുള്ള ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഈ റോഡുകളുടെ ചുമതല. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ റോഡുകളുടെ ചുമതല ആർക്കാണ്? നാഷണൽ ഹൈവേ അതോറിറ്റിക്ക്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്? ഓപ്ഷൻ ബി NH 66 മുംബൈ ഗോവയിലാണ്. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34 ആണ്. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൂക്കോട് തടാകം വയനാട് ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? അത് മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായൽ. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായൽ. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഏതാണ്? ലിഗ്നൈറ്റ്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.